ഗവർണർ നടത്തുന്നത് സർക്കാരിനെ തകർക്കാനുള്ള ഗൂഢാലോചനയെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിനെ തകർക്കാൻ ദേശീയ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടത് കേരളം കണ്ടതാണ്. ആ ശ്രമത്തിന്റെ തുടർച്ചയാണ് ഗവർണറെ വിട്ടും നടത്തുന്നതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. ഭൂപതിവ് നിയമ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട് ഗവർണർ ഒപ്പിട്ടില്ല എന്ന് പറഞ്ഞു. ഗവർണറും സർക്കാരും തമ്മിലുള്ള ആ ഒരു റിഫ്റ്റ് അത് തുടർന്നു പോകുന്നത് എത്ര കാലം തുടർന്നു പോകുന്നത് ഭൂഷണമായി വരും ഒരു മുന്നണി ഒരു സർക്കാർ സംവിധാനത്തിൽ? ഗവർണറും സർക്കാരും തമ്മിൽ രണ്ടഭിപ്രായം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. രണ്ടുപേർക്കും രണ്ടുപേരുടെയും സ്പേസ് കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ പെരുമാറാൻ ഇതൊരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബല്ലല്ലോ. ഇത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടമല്ലേ. ഭൂരിപക്ഷം കൊണ്ടാണെങ്കിലും ഏകകണ്ഠമായിട്ടാണെങ്കിലും അങ്ങനെ പാസ്സാക്കിയ ഒരു ബില്ല് രാഷ്ട്രപതിക്ക് അയക്കാം, ആ ബില്ല് ഒപ്പിടാം, ആ ബില്ല് കുറച്ചു കാലത്തേക്ക് എടുത്തു വയ്ക്കാം, ആ ബില്ല് സർക്കാരിന് തിരിച്ചയക്കാം. കുറച്ചു കാലം എന്ന് പറഞ്ഞാൽ ചെറിയ സമയം. നിയമസഭയിലേക്ക് തിരിച്ചയച്ചാൽ 200ന്റെ പ്രൊവിസ്റ്റോ പറയുന്നത് എന്താ? 200ന്റെ പ്രൊവിസ്റ്റോ പ്രകാരം അങ്ങനെ തിരിച്ചയച്ചാൽ അദ്ദേഹത്തിൻ്റെ, അതായത് ഗവർണറുടെ അഭിപ്രായം വേണമെങ്കിൽ എടുക്കുകയോ ഇല്ലെങ്കിൽ എടുക്കാതെ തന്നെ ഉത്തമ വിശ്വാസത്തോടെ തിരിച്ചയക്കുകയോ ചെയ്താൽ പിന്നെ വിശദീകരണമില്ല. ഗവർണർ ഒപ്പിട്ടേക്കണം, അത് മാൻഡേറ്ററിയാണ്. ഇവിടെ ഗവർണർ ഏതെങ്കിലും വിധത്തിലുള്ള ചോദ്യം നിയമസഭ പാസാക്കിയൊരു ബില്ലിൽ ചോദിക്കാൻ ഒരു അവകാശവും കോടതി പിന്നെ ഭരണഘടന അനുസരിച്ച് ഗവർണർക്കില്ല. പിന്നെ ഗവർണർക്ക് ചോദിക്കാം. ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ലഭ്യമായ കത്തുകളുടെ അടിസ്ഥാനത്തിൽ, അദ്ദേഹം വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിനോട് ചോദിക്കാം. ബാധ്യതകളില്ലെങ്കിലും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ സർക്കാരിന്റെ വാദമൊന്നും തള്ളുന്നില്ല. പക്ഷേ ഇതിപ്പോൾ ഒപ്പിടാത്തത് മാത്രമല്ലാത്ത വിഷയമുണ്ട്. തുറന്ന പോരിലേക്ക് ഗവർണർ വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. ഇടുക്കിയിൽ ഹർത്താൽ നടക്കുമ്പോൾ ഗവർണർ വീണ്ടും പോകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാവുക. അങ്ങനെ അത് എത്ര കാലത്തേക്ക് അങ്ങനെ ഒരു ഭരണ സംവിധാനം? അല്ല, അത് തീരുമാനിക്കേണ്ടത് ബഹുമാനപ്പെട്ട ഗവർണറാണ്. കേരളത്തിലെ ഗവൺമെൻറ് ഗവർണർ എന്ന വിധത്തിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള ബഹുമാനക്കുറവുണ്ടായിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും അവകാശത്തെ നിഷേധിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എക്സിക്യൂട്ടീവിൻ്റെ ചെയർമാനാണ് ഗവർണർ. തങ്ങളുടെ നാട്ടിലെ എക്സിക്യൂട്ടീവിൻ്റെ ചെയർമാനായി പ്രവർത്തിക്കുന്ന നാട്ടിലെ ക്രമസമാധാന നില തകർന്നു എന്ന് പരിശോധിക്കാൻ കോഴിക്കോട് മുട്ടായി തെരുവിൽ ഗവർണർ പോയിട്ട് എന്തുണ്ടായേ? കണ്ടവരൊക്കെ ഹലുവ കൊടുത്തു. ഹലുവ മുഴുവൻ പിന്തുണയാണെന്ന് കരുതരുത്. അത് മിഠായി തെരുവിൽ വരുന്ന എല്ലാവരോടും ആതിഥേയ മര്യാദ അനുസരിച്ച് ജനങ്ങൾ കൊടുക്കും. എവിടെയാണ്, ഏത് ഘട്ടത്തിലാണ് ഗവർണർക്ക് കേരളത്തിലെ സർക്കാരിനെ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത്? ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പക്ഷേ കേരളത്തിലെ ഗവൺമെൻറ്റിനെ തകർക്കാൻ എത്ര കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഢാലോചനയാണ്. EDയും CBIയും വട്ടമിട്ട് പറന്നു കേരളത്തിൽ. കേരളത്തിലെ കേന്ദ്ര ഗവൺമെൻറ് ഏജൻസികൾ മുഴുവൻ ആറാട്ട് നടത്തി. കേരളത്തിന് കിട്ടേണ്ട 1,07,653 കോടി രൂപ 7.5 വർഷക്കാലത്തിനിടയിൽ തടഞ്ഞു വെച്ചു. കേരളത്തിന് ലഭ്യമായി കൊണ്ടിരിക്കുന്ന അരിയുടേതുൾപ്പെടെയുള്ള സകല ഗ്രാൻറ്റുകളും തടഞ്ഞു വെച്ചു, കൊടുക്കേണ്ടെന്ന് തീരുമാനിച്ചു. എന്നിട്ടും തളരാത്ത കേരളത്തെ ഗവർണറെ വിട്ടും ഒരു പരിശ്രമം നടത്തി ഭരണകൂടത്തെ ആക്രമിക്കുക, ഭരണനിർവഹണത്തെ തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും നടപ്പിലാക്കപ്പെടുന്ന സ്ഥലമാകില്ല കേരളം എന്നുള്ളത് കേരളത്തെക്കുറിച്ച് അറിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമാണ്.